വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ആരും അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ്. കത്തിയെടുത്ത് കുത്തിയതിനെക്കാട്ടിയും മൂർച്ചയിലും ആഴത്തിലും അതിനെക്കാട്ടിയും പെയിൻഫുള്ളായിട്ടാവും ഓരോരുത്തർക്കും നമ്മൾ പറയുന്ന ഹേർട്ട്ഫുൾ വാക്കുകൾ അവരെ ഹേർട്ട് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം ചുമ്മാ തമാശക്ക് പറയുന്ന വാക്കുകളായിരിക്കാം, അതല്ല നമ്മൾ ജസ്റ്റ് റാൻഡംലി ഫാക്ട്സ് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കെയറിങ് കൊണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഹേർട്ടിങ് ഇസ് ഹേർട്ടിങ്. എത്ര അത് കോമഡി ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒരാൾ ചിരിച്ചു പറഞ്ഞതാണെങ്കിലും അത് തമാശയായിട്ട് ഓപ്പോസിറ്റ് ആൾ എടുത്തതാണെങ്കിലും നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ആ തമാശയിലൂടെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റ് പേഴ്സണിന് ഇത്രയും ഹേർട്ടായിട്ടുണ്ടാവുക. വേറെ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുമ്പം സത്യം പറഞ്ഞാൽ ആരും സൂക്ഷിക്കത്തില്ല. അത് ഞാനപ്പോൾ തമാശ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ഇറ്റ് വാസ് ജസ്റ്റ് ജോക്കിങ്. അല്ല, ആ ഓപ്പോസിറ്റ് ആൾ അവരത് കുറേ തമാശകൾ കുന്നുകൂടിയിട്ട് അവരുടെ അതൊരു ബേർഡനായിട്ട് മാറും. അത് മെല്ലെ മെല്ലെ ഈ സൂചിപ്പിന്നേറ്റ് കുത്തുന്ന പോലെ ചെറിയ വാക്കുകൾ കൂടിയിട്ട് അത് ഇറ്റ് പെയിൻസ് എ ലോട്ട്. നമ്മളെപ്പോഴും ആരോട് സംസാരിക്കുമ്പോൾ നമ്മളവരെ വേദനിപ്പിക്കാതെ നോക്കാം. പിന്നെ നമ്മൾ എഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ബൗണ്ടറീസ് എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ പറ്റിയിട്ട് എന്തിനെ പറ്റിയും നമ്മൾ കമൻറ്റ് ചെയ്യേണ്ടതാവില്ല. ബീറ്റ് ബോഡി, ബീറ്റ് എനിത്തിങ്, ബീറ്റ് കളർ, ബീറ്റ് ദ വർക്ക്, മാരേജ്, ദ പേഴ്സണൽ ലൈഫ്. നമ്മളതൊന്നും മാക്സിമം ഇപ്പം നമ്മളൊരാൾ ഹേർട്ട് ചെയ്യുന്നുണ്ട്, അപ്പം നമുക്കറിയാം ഓക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയൊന്നും സംസാരിച്ചിട്ട് വേറൊരാൾ ഹേർട്ട് ചെയ്യാതിരിക്കുക.